എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവിചാരിതമായി ബന്ധുക്ക ബസ് സ്റ്റാൻഡിൽ പോയതാണ്. പക്ഷേ അവിടെ എൻ്റെ പഴയ ഞാൻ എപ്പോഴും പ്രസംഗങ്ങളും കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു പ്രസംഗം നല്ല രീതിയിൽ കേൾക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അയാൾ രാഷ്ട്രീയ ജീവിതം മതിയാക്കി വിശ്രമ ജീവിതത്തിലൂടെ പോവുകയാണ്. നമ്മുടെ ബന്ധുക്കയിലെ ആദ്യകാല പ്രമുഖ നേതാക്കളിൽ ഒരാളായ പൂനാട് ഗോപാലകൃഷ്ണൻ. നമുക്ക് ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. അവിടെ രണ്ട് വർത്തമാനം ബന്ധുക്ക ബസ് സ്റ്റാൻഡാണുള്ളൂ. ഇപ്പോൾ നല്ല വൃത്തിയുള്ള അതിൻ്റെ ബാക്കി നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡാണത്. ഒരുപാട് ബസ്സുകളിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. എങ്കിലും നമുക്ക് തിരിച്ചു വരാം. ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. ഗോപാലകൃഷ്ണ നമസ്കാരം. എവിടെ പോകുന്ന ഗോപാലകൃഷ്ണ? ഞാനിവിടെ ബന്ധെടുക്ക ബസാറിൽ വന്നതാണ്. പിന്നെ വയസ്സായി പോയപ്പോ വയസ്സല്ലേ ആയുള്ളൂ. എത്ര വയസ്സായി ഉണ്ട്? 75 ഇപ്പൊ ഇവിടെ എങ്ങനെയുണ്ട്? സുഖമുണ്ട്? ഇപ്പോ സുഖമുണ്ട്. അസുഖങ്ങളെല്ലാം ഉണ്ട്. അസുഖമുണ്ട്. പ്രഷറുണ്ട്. 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി. ഓ അത് ശരിയാ. കഴിഞ്ഞ മാർച്ച് 23-ന് ഒരു സൈഡ് തളർന്ന് അപ്പോഴും ഇപ്പോഴും അതേപോലെ ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് സുഖമായത്. സുഖമായി മാത്രമല്ല, കഷ്ടപ്പെട്ട് പൈസ മുടക്കി ജീവിച്ചിരിക്കുന്നു. അല്ല ഗോപാലകൃഷ്ണൻ ഇപ്പോ രാഷ്ട്രീയത്തിലുണ്ടോ? ഗോപാലകൃഷ്ണ രാഷ്ട്രീയത്തിലുണ്ട്. സ്ഥാനങ്ങളൊന്നുമില്ല. മരിക്കോളം പിന്നെ ഒരു വിശ്വസിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറാൻ താല്പര്യമില്ല. സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. അല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എവിടെ പോകുന്നത്. അപ്പം ഞാൻ നമ്മുടെ പഴയ ഒരു പുലിനെ കാണാൻ വേണ്ടി പോകുന്നത്. ഞാനത് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗോപാലകൃഷ്ണൻ്റെ പഴയ രാഷ്ട്രീയവും പുതിയ രാഷ്ട്രീയം തമ്മിൽ എങ്ങനെ? രാഷ്ട്രീയം പഴയ രാഷ്ട്രീയമല്ല ഇപ്പം. ഇപ്പം ഈ വാട്സപ്പ് കൊണ്ടുള്ള രാഷ്ട്രീയമാണ് കൂടുതൽ. ശരിയാ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സംവിധാനം അല്ല ഇപ്പൊ. അത് 60% ജനങ്ങളും പ്രവർത്തകരും ഈ വാട്സപ്പ് കൊണ്ട് അവരുടേതായ സ്റ്റാൻഡേർഡ് മാത്രം നോക്കി പഴയകാല താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ, തൊഴിലാളികളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു താല്പര്യം ഇന്നില്ല. അതെ. അല്ല, അത് നിങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല, എല്ലാം മൊത്തത്തിൽ പറഞ്ഞതാണ്. പഴയകാല രാഷ്ട്രീയ ചരിത്രമല്ല ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അവരുടേതായ രീതിയിൽ ഇന്നത്തെ വാട്സപ്പ് കൂട്ടായ്മ ആധുനിക ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമാണ്. പക്ഷെ ഇന്ന് അടിസ്ഥാന വർഗങ്ങളുള്ള താഴെത്തട്ടിലുള്ള ആളുകളുടെ ആവശ്യതകൾ ഇന്നും കൂടിക്കൂടി വരുന്നതല്ല, കുറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കാൻ ഇന്ന് നേതാക്കന്മാർക്ക് സമയമില്ല. ഒരു വ്യത്യാസം പാർട്ടിക്കകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പഴയ കാലത്തിലെ പഴയ ഓർമ്മകൾ എന്ത് പറയുന്നു വർഷം? ഇപ്പൊ പഴയ കാല ഒരു 85-90 കാലഘട്ടത്തിൽ കുറ്റിക്കോൽ അഭിവൃദ്ധ ഘടക പഞ്ചായത്തിലായാലും കുറ്റിക്കോൽ ഇപ്പോഴത്തെ പഞ്ചായത്തിലായാലും അന്നത്തെ ആ തലമുറ നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇവിടെ അക്രമങ്ങളും രീതികളും ഒക്കെ ഉണ്ടായെങ്കിലും എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ആ തലമുറയിൽപ്പെട്ട ആളുകൾ നേതാക്കന്മാരും താഴെത്തട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇന്നതില്ല. ശരി, അത് ശരിയാണ്. പഴയകാല നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് സ്മരിക്കുമ്പോൾ യാതൊരു അനുഭവിച്ച നേതാക്കന്മാരാണ് പാർട്ടിയിൽ. ഏത് പാർട്ടിയിലായിരുന്നാലും താഴെത്തട്ടിൽ അവര് തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും ഒക്കെ അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴോ അതില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പഴയ ത്യാഗസഹിത നേതാക്കന്മാരെ ചിന്തിക്കാൻ പോലും, അവരെ പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല. അതെ, തീർച്ചയായിട്ടും. അതെ. അതിന്റെ വ്യത്യാസം ഇന്നത്തെ രാഷ്ട്രീയത്തിലുണ്ട്. എന്തായാലും മൂല്യച്ചെന്നും പറയാം, പുരോഗമനത്തിന്റെ പാതാന്നും പറയാൻ വേണമെങ്കിൽ. അപ്പോ ഇനിയും ഒരു കാലത്ത് പഞ്ചായത്തില് അതുപോലെ അച്ഛനും താങ്കളെ നിർത്തിക്കൊണ്ട് അച്ഛനെ പോറ്റി പറഞ്ഞു എല്ലാം എല്ലാവരും വിഷയക്കാരും പറഞ്ഞ ജനങ്ങളുണ്ടായിരുന്ന ആളായിരുന്നു. അത് രാഷ്ട്രീയ കാലത്ത് വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ഗോപാലകൃഷ്ണ ഇനിയൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ വയസ്സ് ഞാൻ മറന്നുപോയി. എത്ര? 75. അതൊരു 100 വരെയെങ്കിലും പോട്ടെ. ഇപ്പൊ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ നോക്കി. ഓക്കെ.